എടി, ഞാൻ നിന്റെ പുറകെ കുറേ നടന്നതല്ലേ. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചു. പക്ഷേ അപ്പോഴൊക്കെ നീ രക്ഷപ്പെട്ടു. ഈ ഭദ്രനെ നീ പലവട്ടം തോൽപ്പിച്ചു. ഇപ്പൊ കല്യാണം ബന്ധുക്കളെയൊക്കെ അറിയിച്ച് നീ ഇതങ്ങ് കേമമായിട്ട് നടത്താൻ പോകുന്നു. അപ്പോ ഈ ഭദ്രനാരായി? അല്ല, നടത്തിക്കോ. നിന്റെ കല്യാണം കൊട്ടും പാട്ടും മേളമൊക്കെ ആയി ഗംഭീരായിട്ടങ്ങ് നടത്തിക്കോ. പക്ഷേ അതിനു മുമ്പേ ഒരു ചടങ്ങുണ്ട് മോളെ. ആ ചടങ്ങെ നമുക്കങ്ങ് പൂർത്തിയാക്കിയാലോ? അല്ല, സാധാരണ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യ രാത്രി. മുല്ലപ്പൂവൊക്കെ വിരിച്ച് മണവാളൻ മണവാട്ടിയെ പ്രതീക്ഷിച്ച് മുറിയിൽ കാത്തിരിക്കണം. അപ്പൊ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഒക്കെയായി നാണിച്ച് മണിയറയിലേക്ക് വരും. പിന്നെ മണവാളനും മണവാട്ടിയും തമ്മിൽ പാല് പങ്കുവയ്ക്കുന്നു, മനസ്സ് പങ്കുവയ്ക്കുന്നു, അങ്ങനെ എല്ലാം പങ്കുവയ്ക്കുന്നു. അതുപോലെ ഇപ്പൊ ഇവിടെ നീയും ഞാനും മാത്രം. എന്ത് പറ്റി എന്റെ ഈശ്വര? ചേച്ചി വാതിൽ തുറക്ക്. അയ്യോ, അകത്താരാ? ദേവികേച്ചി, എടാ കഥ തുറക്ക്. ദേവികേച്ചി, മോളെ കഥവ് തുറക്കാൻ. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ? ചേച്ചി വാതിൽ തുറക്ക്. വിടറാ, എന്റെ മാലാക്കി വിടറാ, വിടറാ. അയ്യോ, ഇനി പെൺകുട്ടികളെ വിളിച്ചോളൂ. അതിനു മുമ്പ് ചെറിയൊരു ചടങ്ങ് എനിക്ക് നടത്താനുണ്ട്. അത് ഞാൻ നടത്തിക്കോട്ടെ. എന്ത് ചടങ്ങാ നടത്താൻ പോകുന്നേ? എനിക്കറിയില്ല. പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് കൈമാറി കൊടുക്കുന്ന കാപ്പാണിത്. ഈ കാപ്പ് സിദ്ധുവിനെ അണിയിക്കാൻ. അതാ ചടങ്ങ്. അതിനെന്താ, അണിയിച്ചോളൂ. മോനെ, ആ കൈയെന്ന് നീട്ടിക്കേ. അതല്ല, മറ്റേ കൈ. അല്ല
എനിക്കൊന്നുമില്ല മുത്തശ്ശി. ഈ കാപ്പ് കുട്ടനുള്ളതാ. അത് അവനെ അണിയിക്കുകയും ചെയ്തു. നിനക്ക് തൽക്കാലം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. അല്ലെങ്കിലും അമ്മയ്ക്ക് സിദ്ധുവിനെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അതെ, അത് സത്യം തന്നെയാ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ കുട്ടൻ തന്നെയാ. തൽക്കാലം അത് തിരുത്താൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. എന്റെ പൊന്നു മുത്തശ്ശി ഇങ്ങനെ സീരിയസ് ആവല്ലേ. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. എന്താ? അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള ഈ സ്നേഹം കാണുമ്പോ എനിക്ക് പേടി തോന്നാ മഹേട്ടാ. എന്തിന്? സിദ്ധു എന്റെ മാത്രം മകനാണെന്ന് അമ്മ എന്തെങ്കിലും അറിഞ്ഞ, അവൻ മഹേട്ടന്റെ ചോരയിൽ പിറന്ന മകനല്ലെന്ന് അമ്മ അറിഞ്ഞ എന്താവും സ്ഥിതി? ഈ പേടി എനിക്ക് എന്നും ഉണ്ട് മഹേട്ടാ. ജാനകി, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സങ്കടപ്പെടാൻ നിൽക്കാതെ ഇവിടെ നടക്കുന്ന മംഗളകർമ്മത്തിൽ ശ്രദ്ധിക്കുക. കാപ്പിടിയിൽ കഴിഞ്ഞല്ലോ, ഇനി പെൺകുട്ടികളെ വിളിച്ചോളൂ.